തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. ആൻറ്റി അങ്കിൾ പണി തരുമെന്നാ തോന്നുന്നു. മമ്മി ഇനി ആളുകളെ വെയിറ്റ് ചെയ്യിച്ചാ അത് പ്രശ്നമാവും. മമ്മി ഡാഡിയോട് വരാൻ പറ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ വന്നിരിക്കുന്ന ആളുകൾ മുഴുവൻ വിലപ്പെട്ട സമയത്തിന്റെ ഉടമകളാണ്. അവർക്ക് ഇത് മാത്രമല്ല ജോലി. പ്ലീസ് ആ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാ ഞാൻ പിന്നെ ഒന്നും പറയാൻ വരില്ല. പത്മ മാഡം, ഇത്രയ്ക്കും ചെയ്തിട്ട് ഒരു എന്റർടൈൻമെന്റ് ഇല്ലാതെ എങ്ങനെയാ? അങ്ങനെയൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. പത്മ, താൻ മുമ്പ് ഡാൻസ് ചെയ്തിരുന്ന ആളല്ലേ? ഒരു നർത്തകി ആകണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിരുന്നതല്ലേ? ഒരു കാര്യം ചെയ്, 2 സ്റ്റെപ്പ് കളിക്ക്. മണവാട്ടി തന്നെ നൃത്തം ചെയ്യുന്നത് ഒരു സ്പെഷ്യാലിറ്റി അല്ലേ? ഞാൻ അതിൻ്റെയൊക്കെ ടച്ച് വിട്ടിട്ട് കാലം എത്രയായി. അയ്യോ, പത്മ ഒരു ഡാൻസർ ആയിരുന്നോ? ഞാനത് ആദ്യമായിട്ട് അറിയുന്നത്. എങ്കിലെന്തായാലും പത്മയുടെ ആ ടാലന്റ് ഒന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ. അയ്യോ പ്ലീസ്, അയ്യോ വേണ്ട. മമ്മി ഇതൊക്കെ ഒരു അവസരമല്ലേ? കളിക്കും ആന്റി ചെയ്യേ. ആന്റി നൃത്തം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അതെ, പൊതുവെ ഭാര്യമാരുടെ കലാവാസനകൾക്ക് തുറങ്കം വെക്കുന്നത് ഭർത്താവാ. എതിയോട് വേണമെങ്കിൽ ഞങ്ങൾ സംസാരിക്കാം കേട്ടോ. വേണ്ട വേണ്ട, ഞാൻ സംസാരിച്ചോളാം. ചെല്ലു മമ്മി. എല്ലാരും എന്നെ നിർബന്ധിക്കുന്ന കേട്ടില്ലേ? എല്ലാവരെയും സന്തോഷിപ്പിക്കാനുള്ള തന്റെ തീരുമാനം ചെയ്തോളൂ. മനസ്സിന് ഒരുപാട് സന്തോഷം ഉണ്ടാവുമ്പോഴല്ലേ നമ്മളെ നല്ല ചൂടുകൾ വെക്കുക. ആ നിലയ്ക്ക് നോക്കുമ്പോ ഞാൻ ഇന്ന് ആടേണ്ട ദിവസം. എന്റെ ജയം എനിക്ക് ആഘോഷിക്കണ്ടേ? അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ആന്റി ഒരു ചെറിയ നൃത്തം ചെയ്യുന്നു. കൂടെ എന്റെ പ്രിയതമയും ആന്റിയുടെ മകളുമായ ഇന്ദ്രജയും കൂടുന്നു. കളിക്ക് കളിക്ക്. ആ ഫോൺ കണ്ടാ, ഞാൻ സോങ് ഇടാം.